അടുത്ത ചരിത്രം ചോദിക്കുമ്പോ നീ അരിന്ന് പറയലടാ സായി. നീ ആദ്യം അത് മനസ്സിലാക്കി. അവൻ പറഞ്ഞത് ചരിത്രമാണ്, അവൻ പറഞ്ഞ കാര്യങ്ങളാണ് വ്യക്തമാക്കി തന്നത്. അല്ലാതെ അപ്പുറത്തെ വീട്ടില് പൈപ്പിന് അടപ്പുണ്ടോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ടാപ്പ് പൊട്ടിയോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞോ എന്ന് നോക്കലല്ല അവന്റെ ജോലി. അവൻ അന്തസ്സായിട്ട് കാര്യം പറഞ്ഞു. അത് ആദ്യം അറിയണമെങ്കിൽ എന്ത് വേണം? നീ അവന്റെ അക്കൗണ്ട് പോയി നോക്കണം. നോക്കി ആ അക്കൗണ്ട് ആദ്യം കണ്ട് മനസ്സിലാക്കണം. അല്ലാതെ നിന്നെ പോലെ ഉള്ള ഒരു മൈരൻ, നിന്നെ പോലുള്ള ഒരു മൈരൻ ഈ സോഷ്യൽ മീഡിയ വന്ന് നീ മുണയ്ക്കുമ്പോ നിന്റെ വിചാരം നീ എന്തോ മറ്റേടത്ത് വലിയ ഗുണ്ണയാണെന്നാണ്. നീ ഒരു ഗുണ്ണയല്ല, നിന്നെ പച്ചയ്ക്ക് പറയണം. കാര്യം എന്താണ്? നീ വലിയ ഗുണ്ണയല്ല, അതാദ്യം നീ മനസ്സിലാക്കണം. എടാ മൈരേ, നീ ആദ്യം കോൺഗ്രസിന്റെ സാമാനം വായിന്നൂരി പുറത്തു പോയി, എന്നിട്ട് നീ സംസാരിക്കും. 24/7 നീ അവന്മാരെ സാമാനം താങ്ങിക്കൊണ്ട് നടക്കുകയാണെന്ന് നമുക്കിവിടെ അറിയാം, നല്ല പോലെ അറിയാം. അങ്ങനെ നിനക്ക് നല്ലത് ചെയ്താലും നിന്റെ കണ്ണിൽ അതെല്ലാം ചീത്തയായിട്ടേ കാണും. കാര്യം മഞ്ഞപ്പിത്തം ബാധിച്ചവന്റെ കണ്ണിൽ കൂടെ കാണുന്ന എല്ലാം മഞ്ഞായിട്ടാണ്. നീ നമ്മളെ കയറി തൊലിക്കാൻ വരുന്നതിന് മുമ്പ് നീ ആദ്യം നിന്റെ തൊലിപ്പ് എത്ര ഉണ്ടെന്ന് നീ നോക്കണം. നീ അവന്റെ കമന്റ് ബോക്സിലും നിന്റെ കമന്റ് ബോക്സിലും നീ പോയി നോക്കണം. നിനക്ക് കൊണയടിക്കാനേ പറ്റൂ, നിന്നെ കൊണ്ട് ആ പരികേ പറ്റൂ. ഇത്രയും നാള് കൊണ്ട് കേരളത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ വരികയും ഈ കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്ത് ഇത്രയും നാളുകൊണ്ട് നിനക്ക് ഒരു നല്ല ആശയം ഒരെണ്ണം പറയാൻ പറ്റൂടാ? പറ്റത്തില്ല. നിന്റെ പിടുക്ക പറയ്ക്കാൻ അതിനാ ഈ മൈരന്മാര് വല്ലതും ചെയ്യണ്ടേ? എന്നാലല്ലേ ഉമ്മ പറയാൻ പറ്റൂ. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നീ ഇറക്കിയ കളി ഊമ്പിപ്പോയി. നീ ആദ്യം അത് മനസ്സിലാക്കണം. നീ കളിച്ച കളി ഊമ്പിപ്പോയി. നീ ആളും തരം നോക്കി കളിക്കണമായിരുന്നു. അല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി വന്ന് നിന്റെ അരിയും പറയും മറ്റേടത്തെ സാമാനം എല്ലാം കൂടി ചവിടി പിടിച്ചോണ്ട് പോകും. അപ്പൊ നിന്റെ അടുത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നോക്കിയും കണ്ട് കളിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ നീ ഊമ്പും. നിന്നെ അമ്മമാര് ഊമ്പിപ്പിക്കും, ആട്ടാപ്പാട്ടാലും ഊമ്പിപ്പിക്കും.